ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മെത്തേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്കിവിടെ ഇതേ കോഡ് തന്നെ നമ്മളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. കറക്റ്റ് ഓരോന്നിനും ഓരോ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ മുകളിൽ കാണുന്ന പോലെ തന്നെ അടിയിൽ പ്രോപ്പർട്ടീസാണ്, മുകളിലാണ് നമ്മൾ മെത്തേഡ്സ് എഴുതുന്നത്. സോ എന്താണ് മെത്തേഡ്സ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അല്ല, ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഇൻ കേസ് സി എന്നുള്ളൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ, ഇൻ കേസ് അത് ഡബിൾ ആയിരിക്കാം, ഇൻഡ് ആയിരിക്കാം, ഇപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കാം, അതിനെയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരണം നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനാണ് മെത്തേഡ് എന്ന് പറയുക. അതായത് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു സോർട്ട് ഓഫ് ഫങ്ഷനും കൂടിയാണ് അത്. നമുക്കപ്പോൾ റിട്ടേൺ ടൈപ്പ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് റിട്ടേൺ ടൈപ്പ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് കത്തിയിട്ടുണ്ടാവില്ല, ബട്ട് ഇറ്റ്സ് ഫൈൻ. നമുക്ക് കുറച്ച് സാമ്പിളിലൂടെ നമുക്ക് നോക്കി നോക്കാം. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡാണ് ABS എന്ന് പറയും. സോ ABSൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബി എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ പോവുക. പിന്നെ അതുപോലെ തന്നെ മെത്തേഡിന് നമുക്കൊരു ബ്രാക്കറ്റും കൂടി വരും. അതായത് ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഒരു ക്ലോസ് ബ്രാക്കറ്റും വരും. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനതിന് പഠിച്ചിരുന്നത് ഹെഡ് എന്നാണ്. അതായത് ഫംഗ്ഷൻ്റെ ഹെഡ്, ഫംഗ്ഷൻ്റെ ബോഡി, അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചു പറഞ്ഞത്. സോ അതിനൊക്കെ അതിൻ്റേതായ നെയിമിംഗ് കൺവെൻഷൻസ് ഉണ്ട്. ഇപ്പം ഫംഗ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് പ്രിൻറ്റ് b.abs. ഇതിൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ മാറിയിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിത് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റാം, കാരണം 2 ഔട്ട്പുട്ട് വരുന്നുണ്ട്. അത് ഇഷ്യൂ ആവണ്ട. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ മെത്തേഡ് കൊടുക്കുക. ഇപ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് പ്രോപ്പർട്ടീസ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് ഡൗട്ട് അടിച്ചാലോ, രണ്ടും ചിലപ്പോൾ മെത്തേഡും പ്രോപ്പർട്ടീസ് ആയിരുന്നു നിങ്ങൾക്ക് ഇതാവും. ഓക്കെ, അപ്പോൾ ഇതിനിടയിലേക്കുള്ളതൊക്കെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ മുകളിലേക്കുള്ളത് മെത്തേഡ്സ്. അപ്പോൾ മനസ്സിലാക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. സോ ABS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കഴിഞ്ഞു, അതായത് അബ്സല്യൂട്ട് വാല്യൂ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ABS എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ നമുക്കുള്ളതാണ് സീൽ. സോ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്മോളസ്റ്റ് ഇൻറ്റീജർ ഓഫ് നമ്പർ കിട്ടും. അതായത് ഇൻറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ ഒരു സാമ്പിൾ കാണിക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എടുക്കാം. സോ സീനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫ്ലോർ ചെയ്യാൻ പോവാണ്. ഫ്ലോറല്ല, സീൽ ചെയ്യാൻ പോവാണ്. സോ ഇതിനെ ഞാൻ സീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സീൽ ചെയ്തിട്ടുള്ള ഒരു നമ്പറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് b= മെത്തേഡ് -1. നമുക്ക് ഇൻപുട്ട് B അല്ല, C ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. ഞാൻ വിചാരിച്ചത് സീലാവാഞ്ഞെന്ന് ഉള്ളത്. ഇപ്പോൾ നമുക്ക് 1 കിട്ടും വാല്യൂ. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് 1.0 എന്നുള്ളത്, ഇപ്പോൾ ഇൻ കേസ് 1.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കോളാം. ഓക്കെ, 1.5 ആയിക്കുമ്പോൾ അത് 2ലേക്ക് എത്തി. അതായത് സീൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേറ്റർ തന്നെ. അതായത് നമുക്ക് ഫ്ലോർ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തിനാണ് സീലും ഫ്ലോറും യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സീലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. 1.5 ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നോക്കി കണ്ടില്ലേ? അതായത് സീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1.5 ആയിരുന്നു. അതിന് ഒരു അതായത് ഇൻറ്റീജർ നമ്പർ, അടുത്ത ഇൻറ്റീജർ നമ്പറേക്കുള്ളത് മുകളിലേക്ക് വയ്ക്കും. അതായത് 1.5 ആണെങ്കിൽ അത് 2ലേക്ക് വയ്ക്കും. അതാണ് സീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേര് പോലെ തന്നെ ഫ്ലോർ ഡൗൺ സൈഡിലേക്ക് വയ്ക്കും. 1.5 എന്നുള്ളത് 1ലേക്ക് ആക്കി വയ്ക്കും. ഇതാണ് ഫ്ലോർ.
പിന്നെ നമുക്ക് വരുന്നതാണ് ഡബിൾ. ഡബിളിലെ ഔട്ട്പുട്ട് ഇതിൽ പ്രിൻ്റ് ആവുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതായത് ഒരു ഇൻറ്റീജറിനെ നമ്മൾ ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചിലതൊന്നും നമുക്കങ്ങനെ, അതായത് ചില വിഡ്ജറ്റുകളുണ്ടാവും. വിഡ്ജറ്റുകൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കറിയാം. ഒന്നുമില്ല, അതിന് ആവശ്യമുള്ള സംഗതി ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കില്ല, ഡബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരില്ല. അതിന് കൊടുക്കേണ്ടത് ഒരു വാല്യൂ, അത് സ്വീകരിക്കേണ്ടത് വേറെ വാല്യൂ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ചോദിച്ചത് ഡബിൾ കൊടുക്കുന്നത് ഡബിൾ, ആ രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ടു ഡബിൾ എന്ന് പറയണത്. അപ്പോൾ വലിയ ഔട്ട്പുട്ട് വരാൻ വ്യത്യാസം വരാൻ സാധ്യത കുറവാണ്. കണ്ടില്ലേ, അത് 1.5 തന്നെ എത്തി. സി അല്ല, നമുക്കൊരു 9 ഒക്കെ ആക്കി നോക്കാം. എന്നാലും സെയിം ഔട്ട്പുട്ട് തന്നെ ആവാൻ സാധ്യത. 9 അല്ല, എ. കണ്ടില്ലേ, സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും. ഇത് പക്ഷേ ഡബിളാണ്. ഇതിൽ 9.0 ഉണ്ട്, പക്ഷെ 9.0 ഇതിൽ കാണിക്കാത്തതാണ്. പിന്നെ അതുപോലെ തന്നെയുള്ളത് ഈ ഡബിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻറ്റ്, അതായത് 2 ഇൻറ്റ് എന്ന് പറയും. അപ്പോൾ 2 ഇൻറ്റിൻ്റെ എക്സാമ്പിൾ നമുക്ക്, അതായത് ഇപ്പോൾ ഡബിൾ ആയിട്ടുള്ള വാല്യൂ അല്ലേ സി, ഇതപ്പോൾ നമുക്ക് ഇൻറ്റിലേക്ക് ആക്കാം. സി തന്നെ കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ 1.5 ആയിരുന്നു, അത് 1ലേക്ക് ഉണ്ടാക്കി. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഫ്ലോറും സീലും വരുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെയുള്ളതാണ് കമ്പയർ ടു. ഇത് നിങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഇത് കുറച്ച് ശ്രദ്ധിച്ചോളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവുന്നതാണെങ്കിലും ഈ കമ്പയർ ടു നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നതല്ല. പിന്നെ ഇത് മറന്നു പോകുന്നതും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ് കേസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, മെത്തേഡാണ് എന്ത്, കമ്പയർ ടു എന്ന് പറയുന്നത്. സോ കമ്പയർ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഞാൻ എടുത്തു, ഇതിന് ഞാൻ കമ്പയർ ചെയ്യാൻ പോവാം. ഇതിന് ഞാൻ ഒരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോവാം. അതായത് ഇപ്പോൾ എ എന്ന് പറയേണ്ടത് 9 ആണല്ലോ. ഇപ്പോൾ 9നെ ഞാൻ 8 ആയിട്ട് കമ്പയർ ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒരു -1 കിട്ടും. 1 ആണ് കിട്ടുക. ഇനിയിപ്പോൾ ഞാനിത് 10 ആക്കാമെന്ന് വിചാരിക്കുക. 10 ആണെങ്കിൽ -1 ആയിരിക്കും. ഓക്കെ, -1 കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എ കമ്പയർ ടു അതുപോലെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതായത് ഇപ്പോൾ ബി ആണെങ്കിൽ ബി, അല്ലെങ്കിൽ ഏതാ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എനേക്കാട്ടും വലുതാണ് ആ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല ചെറുതാണ് ആ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം, വലുതാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് -1ഉം കിട്ടും. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം കമ്പയർ ചെയ്തത് എന്തിനായിട്ടാണ്, അല്ലെങ്കിൽ വേണ്ട, ഞാനിതുകൂടെ 2-3 കമ്പയർ ഇടാം, അതാകുമ്പോൾ വലിയ കൺഫ്യൂഷൻസ് വരില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ 9 കൊടുത്തു, 9 നമ്മൾ ആദ്യം 8 കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ അടുത്ത് കൊടുത്തു, അത് നമുക്ക് 9 വെച്ച് കഴിഞ്ഞാൽ 9 തന്നെ കൊടുക്കാം, കമ്പയർ ടു 9. അപ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇപ്പോൾ വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ആദ്യം എനെ 8 വെച്ചിട്ട് കമ്പയർ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് എന്താണ്, എ ആണ് വലുത്. സോ നമുക്കതിനെ 1 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടി ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വാല്യൂ കൊടുത്തു -1. സോ -1 എന്ന് പറയുന്നത്, -1 അല്ല, 10 എന്ന് പറയുന്നത് 9നെക്കാട്ടും വലിയ സംഖ്യ. അപ്പോൾ നമുക്കതിന് -1 കിട്ടി. പിന്നെ നമ്മൾ കൊടുത്ത് 9 ആയിട്ട് തന്നെ കമ്പയർ ചെയ്തു. സോ 9 എന്ന് പറയുന്നത് എന്താണ്, 9നോട് ഈക്വലാണ്. അപ്പോൾ ഈക്വൽ വന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. കമ്പയർ ടു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് വരുന്നതാണ്, ഭാവിയിലും നമുക്ക് ഇതുപോലെ യൂസ് വരുന്ന സംഗതിയാണ് കമ്പയർ ടു. സോ പിന്നെ നമുക്ക് വരുന്ന ഏറ്റവും അവസാനത്തെ ഒരു മെത്തേഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ്സും പ്രോപ്പർട്ടീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നമുക്ക് ഫ്ലട്ടർ പഠിക്കാൻ ആവശ്യമുള്ള മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിങ്ങനെയൊന്നുമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഡാറ്റ ടൈപ്സിലാണെങ്കിൽ ഇപ്പോൾ ഇൻറ്റ് 64, ഇൻറ്റ് 34, 32 അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇതിലും അതുപോലെ തന്നെ മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഒട്ടനേകം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിതിൽ നോക്കിയിട്ട് ഫ്ലട്ടർ പഠിക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് മാത്രമാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതാകുമ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ തന്നെ യൂസ് കേസുകൾ അറിയാത്ത കാരണം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിത് കെയർലെസ് ആയിട്ടായിരിക്കും എപ്പോഴും ഫീഡ് ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ആവുക എപ്പോഴും കെയർലെസ് ആയിട്ടായിരിക്കും. അത് ക്വൈറ്റ് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് യൂസ് വരുമ്പോഴായിരിക്കും നമ്മളിത് വീണ്ടും വീണ്ടും ആവർത്തി കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വെച്ചാൽ മതി. പിന്നെ ഇതൊന്നും മനപ്പാടാക്കാനും നിൽക്കണ്ട. സോ പ്രിൻ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, പ്രിൻ്റ് ചെയ്യാനാണ്. ഇപ്പോൾ എയും ബിയും ഇതുപോലെ കുറച്ച് മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഉണ്ട്. അത് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർട്ടീസ് കിട്ടാനാണ്. മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മോഡിഫൈ ചെയ്യാനാണ്. അത്രയും അറിഞ്ഞു വെച്ചാൽ മതി. വല്ലാണ്ട് ഇത് പുകയാൻ നിൽക്കണ്ട. പുകയേണ്ട ആവശ്യഘട്ടം സമയങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ ആ സമയം നല്ല രീതിക്ക് പുകയാം. പിന്നെ നമുക്ക് വരുന്ന സംഗതിയാണ് ടു സ്ട്രിങ്. അതായത് നമ്മൾ നേരത്തെ ഒരു എറർ കിട്ടേണ്ട ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് നമുക്ക് നേരത്തെ ഒരു എറർ കിട്ടേണ്ടായിരുന്നു. എററാണിത്. ഇപ്പോൾ സ്ട്രിങ് ഇപ്പോൾ എന്താണ് കൊടുക്കുക, ABC ഡി കൊടുക്കുക, T = A എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേണ്ട, ഡയറക്റ്റ് ആയിട്ടൊരു വാല്യൂ കൊടുക്കുക, 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. എറർ അടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. കാരണം ഞാൻ അതിൽ ഡബിൾ കോഡ്സ് കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് ഞാൻ ഡോട്ട് ടു സ്ട്രിങ് ആക്കാമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഡോട്ട് ടു സ്ട്രിങ് ആക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, ഇങ്ങനെ ആക്കാൻ പറ്റും. സോ ഇങ്ങനെ ഡോട്ട് ടു സ്ട്രിങ് ആക്കി കഴിഞ്ഞാൽ ഇത് ഫീഡാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ പ്രിൻ്റ് ചെയ്തില്ല, അതാണ് വാല്യൂ കാണാൻ. ഓക്കെ, നമുക്കിവിടെ ഡി പ്രിൻ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? 10 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, റൺ ടൈം ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ റൺ ടൈം ടൈപ്പ് നമുക്കിവിടെ കൊണ്ടുവന്നാം. സോ റൺ ടൈം ടൈപ്പിൽ ഇത് എന്ത് ഡാറ്റ ടൈപ്പാണെന്നുള്ളത് കാണിക്കും. ഓക്കെ, കണ്ടില്ലേ? സ്ട്രിങ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് എന്ത്, ഈ ഡി എന്ന് പറയണമെങ്കിൽ. അതായത് ഇനി ഞാനിതിൽ എന്താണ് ഓപ്പറേഷൻസ്, ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൂട്ടാനോ കുറയ്ക്കാനോ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഇതെന്താണ്, നിലവിൽ സ്ട്രിങ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പോൾ ക്ലാസ് ഇത്രയും കേൾക്കാനുള്ളവർക്ക് ഇത് വൈൻഡപ്പ് ചെയ്ത് പോവാം. അല്ല ഇത് നോട്ട്സായിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ. ഞാനതിൽ ജസ്റ്റ് ആഡ് ചെയ്തിടാം എന്താണെന്നുള്ളത്, എന്താണ് യൂസ് കേസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിടാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ്. ഞാൻ അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് പോവാം എല്ലാം കൂടിയിട്ട്. ഒരു ഓൾ ഇൻ വൺ പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് കണ്ടില്ലേ, A-B ഇത്രയും നമ്മൾ ഇതെടുത്തു. ഈ സ്നാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. പ്രോപ്പർട്ടി ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, പിന്നെ അതുപോലെ റൺ ടൈം ടൈപ്പ് എന്താണോ റൺ ടൈം അത് വരും. പിന്നെ അതുപോലെ ഈസ് നെഗറ്റീവ്, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് നെഗറ്റീവ് ആക്കാനാണ്. പിന്നെ സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബൂളിയൻ ആകുമ്പോൾ ട്രൂവും ഫോൾസും കിട്ടുള്ളൂ. സൈനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ -1 0 1. പിന്നെ അതുപോലെ ഈസി ഇവൻ, ഇത് ഓടാണോ ഇവനാണോ എന്നുള്ളത് ട്രൂ ഓർ ഫോൾസ്, അതായത് ബൂളിയൻ റിട്ടേൺ ടൈപ്പായിട്ട് കൊടുക്കും. പിന്നെ അതുപോലെ ABS എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് വാല്യൂസിനെ പോസിറ്റീവ് വാല്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ABS യൂസ് ചെയ്യുന്നത്. പിന്നെ സീൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് 1.5 ആണ് വാല്യൂ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മുകളിലോട്ട് ഫ്ലോർ ചെയ്യും. അതായത് 1.5 ആണെങ്കിൽ 2 ആക്കും. ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ 1ലേക്ക് കൊണ്ടുപോകും, അതാണ് ഫ്ലോറ്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീജറിനെ ഡബിൾ ആക്കണമെങ്കിൽ വെച്ചാൽ 2 ഡബിൾ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡബിളിന് നമുക്ക് ഇൻറ്റീജറിലേക്ക് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യൂസ് ചെയ്യും. പിന്നെ അതുപോലെ കമ്പയർ ടു ഓപ്പറേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻ കേസ് ഓഫ് C ഗ്രേറ്റർ ദാൻ ഒരു വാല്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് -1 അല്ല ലെസ്സർ ആയിട്ടുള്ളതാണെങ്കിൽ 1 ഈക്വൽ ടു ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ടു സ്ട്രിങ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിട്ടുള്ള നമ്പറിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സ്ട്രിങ്. സോ ഇത്രയാണ് നമ്മുടെ മെത്തേഡ്സും പിന്നെ പ്രോപ്പർട്ടീസും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.